367 ട്രാൻസ്ജെൻഡർ വോട്ടർമാരാണ് ഇത്തവണ സംസ്ഥാനത്തുണ്ടായിരുന്നത്. അതിൽ 16 പേർ എറണാകുളം ജില്ലയിൽ നിന്നായിരുന്നു. നമുക്ക് ലുലുവിനോട് കാര്യങ്ങൾ ചോദിക്കാം. ലുലു ഇപ്പോൾ കന്നി വോട്ടർ കൂടിയാണ്. എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എൻ്റെ സ്വന്തം ഐഡൻറ്റിറ്റിയിലാണ് ഞാൻ ഇപ്രാവശ്യം വോട്ട് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു ഹാപ്പിനെസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിലും വലുത് തന്നെയാണ്. പിന്നെ ഒരുപാട് സന്തോഷം. ഇപ്പം ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് 367 പേരോളം വോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഓൾ കേരളയിൽ. അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഞങ്ങളെ അംഗീകരിക്കുന്നുണ്ട് സമൂഹം, അല്ലെങ്കിൽ ഞങ്ങളെ സർക്കാർ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ഈ വർഷം ഇത്ര ആളുകൾ കന്നി വോട്ടേഴ്സായിട്ട് വന്നത്. കന്നി വോട്ടേഴ്സ് മാത്രമല്ല, അതിൽ തന്നെ രണ്ടാമത്തെ തവണ വോട്ട് ചെയ്യുന്ന ആളുകളും ഉണ്ട്. ഞാൻ പക്ഷേ കന്നി വോട്ടറാണ്. ഇപ്പോൾ ഇവിടെ വോട്ട് ചെയ്യാൻ വന്നതിന് ശേഷം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ളൊരു റിയാക്ഷനൊക്കെ എങ്ങനെയായിരുന്നു? വളരെ 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 നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പ്രിസൈഡിങ് ഓഫീസറാണെങ്കിലും അതുകൂടാതെ ഇവിടുത്തെ BLOമാരാണെങ്കിലും BLO എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രിസൈഡിങ് ഓഫീസറാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നമുക്ക് എന്താ പറയുക, ഒരു പ്രത്യേക ഒരു മാറ്റി നിർത്തപ്പെടലോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ വോട്ട് ചെയ്തിറങ്ങിയത്. ഇപ്പോൾ ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റിയിലാണ് വോട്ട് ചെയ്തത്. ID കാർഡ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടോ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റ് സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടായിരുന്നോ? എനിക്ക് വോട്ടേഴ്സ് ID കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ വോട്ടേഴ്സ് ID ചേഞ്ച് ചെയ്യണമായിരുന്നു. മെയിൽ ടു ട്രാൻസ് വുമണിലേക്ക് ചേഞ്ച് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തായിരുന്നു. ഇപ്പോഴും എനിക്ക് ഹാർഡ് കോപ്പി കിട്ടിയിട്ടില്ല അതിൻ്റെ. അപ്പം ഞാൻ എൻ്റെ ആധാർ കാർഡ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ വോട്ട് ചെയ്തത്. എനിക്ക് ഹാർഡ് കോപ്പി കിട്ടാൻ കുറച്ചും കൂടി സമയം എടുക്കുമെന്നാണ് അവിടുന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ എറണാകുളത്ത് നമുക്കറിയുന്ന പോലെ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. അത് ഈ പറഞ്ഞ ചെറിയ എണ്ണമല്ല. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും വോട്ട് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടോ? ഉണ്ട്. അത് ഇലക്ഷൻ ID കാർഡ് വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർക്കാത്തത് കൊണ്ടിട്ടുള്ള ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പം നമുക്ക് അതിനുള്ള വോട്ടേഴ്സ് ID പേര് ചേർക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ട്രാൻസ്ജെൻഡർ പോളിസി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിലവിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഇങ്ങനെ നടപ്പിലാക്കണം, അതൊക്കെ എത്രത്തോളം എങ്ങനെയാണത് പ്രാവർത്തികമാക്കേണ്ടത് എന്നുള്ളൊരു അറിവില്ലായ്മ മാത്രമേ ഉള്ളൂ നമ്മുടെ ഉദ്യോഗസ്ഥർക്കിടയിൽ. പക്ഷേ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് തന്നെയാണ് നടക്കുന്നത്. പ്രത്യേകിച്ചും കേരളത്തിലെ കാര്യം എടുത്തു പറയേണ്ടതാണ്. കാരണം മറ്റൊരു സംസ്ഥാനത്തിലും, ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിലും ഇല്ലാത്ത ഒരു കാര്യങ്ങളാണ് നമുക്ക് കേരളത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊരുപാട് സന്തോഷമുണ്ട്, ഹാപ്പിനെസ്സാണ്, അഭിമാനമുണ്ട് അതിൻ്റെക്കാളുപരി. ഇപ്പോൾ ആര് ജയിക്കുമെന്നെന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും നിലകൊണ്ടിട്ടുള്ളത് നമുക്ക് സത്യത്തിനൊപ്പമാണ്. അപ്പോൾ ഇപ്രാവശ്യവും എൻ്റെ വോട്ട് അതിന് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് റിസൾട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പം എനിവേ എന്ത് തന്നെയായാലും എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ നാട്ടിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തുള്ള ഈ ജാതി വ്യവസ്ഥ അത് ഒന്ന് അടിച്ചമർത്തപ്പെടണം, അതല്ലെങ്കിൽ അതില്ലാതെ ആക്കണം എന്നുള്ളതാണ്. എല്ലാ മനുഷ്യർക്കും, അല്ലെങ്കിൽ എല്ലാ ജാതിക്കാർക്കും, എല്ലാ ജെൻഡേഴ്സിനും ഇവിടെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റണം. അതായിരിക്കണം ഇന്ത്യ എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്, കാഴ്ചപ്പാട്. അപ്പം ആ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അത് എന്തായാലും റിസൾട്ട് വരുന്നത് വരെ കാത്തിരിക്കാം.